അങ്ങനെയല്ലേ സ്നേഹം കാണിക്കേണ്ടത്? അവിടെയല്ല. അള്ളാന്റെ പ്രവാചകന്റെ തിരുകേശത്തെ ബോഡി വേസ്റ്റ് എന്ന് വിളിച്ചോന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഓൻ മത്സരിക്കുമ്പോ ഒരു ജീപ്പ് അനൗൺസ്മെന്റ് നടത്താൻ അവനെ കുട്ടികളെ പറഞ്ഞേക്കാൻ ഉളുപ്പില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ശംസുദ്ദീനെ തോൽപ്പിക്കും. നിങ്ങൾ ശംസുദ്ദീനെ ഒരു ചുക്കും ചെയ്യൂല. അങ്ങനെ ഒരു പേടി. ഞാൻ പറയട്ടെ, ഞാൻ അവിടുന്ന് വന്നപ്പോ ഞാൻ വിചാരിച്ചു മണ്ണാർക്കാട് ഭയങ്കര പ്രശ്നങ്ങളാണ് കെട്ടിയത്. ഇവിടെ വന്നപ്പോ മണ്ണാർക്കാട് ചൂടുമില്ല, മഴയും പെയ്യും. നിങ്ങൾ നാലിച്ചു തങ്ങളെ പര്യടനം കൊണ്ടാവും ചിലപ്പോ. ഞാൻ പറഞ്ഞു തരുന്ന നാളൊക്കെ പൊടിന്റെ തലയിൽ കയറും. ഏതായാലും ഇവിടെ ചൂടില്ല. ഞാൻ വന്നപ്പോ കണ്ട മണ്ണാർക്കാട് ചൂടില്ല, ആൾക്കാരൊക്കെ ഭയങ്കര സംതൃപ്തരാണ്. ഞങ്ങളെ ഇതുപോലെ അങ്ങനെയാണല്ലോ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിയും അതിന്റെ ഘടകകക്ഷികളും ഒരു റബ്ബർ പന്ത് പോലെയാണ്. ഞങ്ങളെ എത്ര നിലത്തേക്ക് ആഴ്ത്തി എറിഞ്ഞാലും അതിന്റെ 10 മടങ്ങ് ഉയരത്തിൽ ഞങ്ങൾ വിരാജിക്കുക തന്നെ ചെയ്യും. നിങ്ങളൊന്ന് എതിർക്കുന്നവർ രാഷ്ട്രീയമായി എതിർക്കണം, പക്ഷേ വ്യക്തിപരമാകരുത് എതിർക്കുക. രാഷ്ട്രീയമായി എന്തെല്ലാം പറയാം, ആർക്കെന്തൊക്കെ പറയാം. ഇവിടെ 2 മുന്നണിയുണ്ട്. ഞങ്ങൾ വികസനം തുടരണം. ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ ഓട്ടോറിച്ച ഓട്ടോ അവന് മുടക്കത്തില്ല. കുന്തിപ്പുഴ പാലത്തുമേൽ അരിവാള് വരച്ചെടുക്കാം. ഓനൊരു 100 കലക്കിന് വന്നാൽ മതി. പാലുണ്ടാക്കുന്ന പണി ശംസുദ്ദീന്, മറ്റവന്റെ പണി അരിയാള് വരച്ചെടുക്കുക. എന്നിട്ട് ചോദിക്കുക ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ അരിയാള് വരച്ചോളി. നിങ്ങൾ അങ്ങനെ അരിയാൾ നിങ്ങൾക്ക് നിങ്ങളെ ചെങ്ങ ഈ റോട്ടിൽ ഒരു അരിയാള് മര്യാദയ്ക്ക് വരക്കാൻ പറ്റും. അച്യുതാനന്ദന്റെ മുഖത്തുക്കോക്കിയ മാരില്ലേ ഈ റോഡ്? ആ റോഡ് ശംസുദ്ദീന്റെ മുഖത്തേക്ക് നോക്കിയ മാതിരി ഇങ്ങനെ നല്ല തുടുത്തതാക്കി മാറ്റിയത് ഐക്യ ജനാധിപത്യ മുന്നണിയാ. മറ്റത് അച്യുതാനന്ദന്റെ മുഖത്തേക്ക് നോക്കിയ മാതിരിയായിരുന്നു ഈ റോഡ്. ഒരു കോലുണ്ടായിരുന്നില്ല. അതിൽ ഇവിടുന്ന് അങ്ങോട്ട് മേലാറ്റൂർ എത്താൻ എന്തോ ഒരു സമയം എടുത്തിരുന്നു. അതൊക്കെയല്ലേ ജനങ്ങൾ വോട്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഏർപ്പാട്. അല്ലാതെ എല്ലാ 1-ാം തിങ്കൾ അണ്ണാക്കത്ത് ഔലൂസിന്റെ തിരികളല്ലേ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിനുള്ളതാന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനെ ഉണ്ടല്ലോ. ശനിയാഴ്ചന്റെ അന്ന് ഓട്ടോറിക്ഷ കയറാൻ ഗുഡ്സ് ഓട്ടോറിക്ഷ കയറാൻ ആടുകുട്ടിയേക്ക് മടി ഉണ്ടാകുമ്പോ ചിലവര് പിലാപ്പില കൊണ്ടുപോയിട്ട് കമ്പിമ കിട്ടും. അപ്പൊ കാണാം ഓട്ടോറിക്ഷ ചാടിയാണ് കയറുന്നത്. അങ്ങനെ പിലാപ്പില കണ്ട് ചാടാൻ നിൽക്കുന്നവരെ 19-ാം തീയതി രാവിലെ നിങ്ങളൊക്കെ നിരാശരാകും. ഒരു സംശയവുമില്ല. മനുഷ്യന്റെ അവകാശമല്ലേ ഇത്? ഇതൊരു സീരിയസ് ആയ സംഗതിയാണ്. ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എന്താ ഇടതുപക്ഷക്കാരന്റെ മുദ്രാവാക്യം? കുതിരവട്ടം പപ്പുവിന്റെ കഥാപാത്രമുണ്ട് വെള്ളാനകളുടെ നാട് പറഞ്ഞ സിനിമയിൽ. ഇപ്പൊ ശരിയാക്കി തരാം. ആ കഥാപാത്രമാണ് ഇപ്പൊ കേരളം മുഴുക്ക. ഇവല് വന്നാ ഒക്കെ ശരിയാവും അത്രേ. ഫേസ്ബുക്ക് തുറക്കാൻ പറ്റുക. ഒരു കുട്ടീന്റെ സൈക്കിൾ ചെയിന് പൊട്ടിയ പോകാൻ ചോദിക്കുക, അത് നന്നാക്കണോ അതോ ഇവല് വന്നാ നന്നാവും? ഒരുത്തന്റെ മൊബൈൽ നിലത്ത് വീണ് അതിന്റെ ഡിസ്പ്ലേ പൊട്ടി. ഓൻ വിളിച്ചു ചോദിക്കുക, നന്നാക്കണോ? ഇടതുപക്ഷം വന്നാൽ ശരിയാവോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോ ഒരു മുദ്രാവാക്യം കൊടുത്തതാണ്.